ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിശ്വാസത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഗലാത്യർ 3:5 എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. കർത്താവിൽ നിന്ന് രോഗശാന്തി എന്ന ദാനം സ്വീകരിച്ച് ആ ദാനത്തെ വലിയ അധികാരത്തോടെ ശുശ്രൂഷിച്ച D.L. ഓസ്ബോൺ ഒരിക്കൽ വിശ്വാസത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു കാര്യം പറഞ്ഞു. നിങ്ങളുടെ രോഗം അതിനെക്കുറിച്ച് നിങ്ങളോട് ധാരാളം കാര്യങ്ങൾ പറയുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ദൈവവചനത്തിൽ കാണപ്പെടുന്ന സാക്ഷ്യങ്ങൾ കർത്താവിന്റെ ശക്തിയെക്കുറിച്ച് നിങ്ങളോട് ധാരാളം കാര്യങ്ങൾ പറയും എന്ന്. ചോദ്യം: നിങ്ങൾ എന്ത് വിശ്വസിക്കും? നിങ്ങളുടെ ശരീരം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമോ? അതോ ദൈവവചനം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമോ? ഡോക്ടർമാർ പറയുന്നത് അല്ലെങ്കിൽ ദൈവം പറയുന്നത് ഏത് നിങ്ങൾ വിശ്വസിക്കും? നിങ്ങളുടെ രോഗശാന്തി നിങ്ങൾ വിശ്വസിക്കാൻ തിരഞ്ഞെടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങളുടെ ശരീരവും രോഗവും നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ അവസ്ഥയിൽ തന്നെ തുടരും. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അവന്റെ രോഗശാന്തി ശക്തിയെക്കുറിച്ചുള്ള തിരുവെഴുത്ത് നിങ്ങൾ വിശ്വസിക്കുകയും അവയെ സത്യമായി സ്വീകരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് രോഗശാന്തി അനുഭവപ്പെടും. രോഗശാന്തി നിങ്ങളുടെ വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് റോമർ 1:17 കാണപ്പെടുന്നു. ഉദാഹരണത്തിന്, വിട്ടുമാറാത്ത വയറുവേദന അനുഭവിക്കുന്ന ഒരാളെ സങ്കല്പിക്കുക. ഈ വേദന അയാൾക്ക് അസുഖമാണെന്ന് പറയുന്നു. ഇത് ഭേദമാക്കാനാവാത്ത രോഗമാണ് എന്ന് അദ്ദേഹത്തിന്റെ കുടുംബം പറഞ്ഞേക്കാം. ഡോക്ടർമാർ അദ്ദേഹത്തിന് വിവിധ ചികിത്സകളും മരുന്നുകളും ഭക്ഷണക്രമങ്ങളും നൽകിയേക്കാം. എന്നാൽ ബൈബിൾ യേശുവിനെ രോഗശാന്തിക്കാരനായി പരിചയപ്പെടുത്തുന്നു. അത് ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന്. യെശയ്യാവ് 53:5 ഇത് പറയുന്നു. തിരുവെഴുത്തുകളിൽ സുഖം പ്രാപിച്ചവരുടെ സാക്ഷ്യങ്ങൾ ദൈവവചനത്തിൽ വിശ്വസിക്കാൻ അവനെ പ്രോത്സാഹിപ്പിക്കും. ഇനി അവന്റെ അവസ്ഥ എന്താണ്? അവൻ വേദനയിലും രോഗത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അവന്റെ വിശ്വാസം രോഗത്തിലായിരിക്കും. അത് കൂടുതൽ വഷളാകും. എന്നാൽ അവൻ വേദനയും രോഗത്തെയും അവഗണിക്കുകയും പകരം യേശുവിൽ വിശ്വാസം ഉറപ്പിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും രോഗശാന്തി അനുഭവിക്കും. യേശുക്രിസ്തുവിൽ നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കുക. സുവിശേഷങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ശ്രദ്ധാപൂർവം വായിക്കുക. യേശു രോഗികളെ എങ്ങനെ സുഖപ്പെടുത്തിയെന്നും അവനിൽ വിശ്വസിച്ചവർക്ക് എങ്ങനെ അത്ഭുതങ്ങൾ ലഭിച്ചു എന്നും കാണുക. ഈ സംഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നിങ്ങളുടെ രോഗശാന്തിയുടെ അത്ഭുതം അവകാശപ്പെടുകയും ചെയ്യുക. ദൈവമക്കളെ, നിങ്ങളുടെ വിശ്വാസം യേശുവിൽ ഉറച്ചു നിൽക്കട്ടെ. അവൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. അവൻ മാറ്റമില്ലാത്തവനാണ്. മാത്രമല്ല, അവൻ നിങ്ങളെ പരിപാലിക്കുകയും തീർച്ചയായും നിങ്ങൾക്ക് രോഗശാന്തി നൽകുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം മലാക്കി 4:2 എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതിസൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോട് കൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തുകളിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യോശുവ 19, 20, 21 വൈകുന്നേരം ലൂക്കോസ് 2:25 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.